ഫിലിപ്പൈൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. വേൾഡിലെ ലോങ്ങസ്റ്റ് ക്രിസ്മസ് സീസൺ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഫിലിപ്പൈൻസാണ്. സെപ്റ്റംബർ മുതൽ ഒരു 4-5 മാസം വരെ ഉണ്ടാവും ഈ സെലിബ്രേഷൻ. പിന്നെ ഈ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എല്ലാ മോൾസിലും ക്രിസ്മസ് സോങ്സ് ഉണ്ടാവും. എല്ലാം പള്ളിയുടെ അടുത്തും ഒരു സ്പെഷ്യൽ റൈസ് കേക്ക് ഉണ്ടാവും. പിന്നെ ധാരാളം ഫാമിലി റിയൂണിയനും ഗിഫ്റ്റ് ഗിവിങ് ഒക്കെ നടക്കും. അത് അവരുടെ ഒരു ട്രഡീഷൻ്റെ ഭാഗമാണ്. ഇവിടെ ഇത്രയും മാത്രം ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 80% ക്രിസ്ത്യൻസ് ആയതുകൊണ്ടാണ് ക്രിസ്മസിന് മേജർ റോൾ ഇവിടെ. ഇപ്പം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ, ഫിലിപ്പൈൻസിന് ഈ കഴിഞ്ഞ മെയ് 27 തൊട്ട് ഇന്ത്യക്കാർക്ക് ഫ്രീ വിസയാണ്. അപ്പം നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യണ്ടേ. ശരിക്കും ഫിലിപ്പൈൻസ് എന്ന് പറഞ്ഞാൽ വലിയൊരു കൺട്രിയാണ്. നമുക്ക് 5 ദിവസം കൊണ്ടൊന്ന് എക്സ്പ്ലോർ ചെയ്ത് തീരില്ല. എന്നാലും ഞാൻ 5 ദിവസം കൊണ്ട് എങ്ങനെ പോയി വരാമെന്ന് ഞാൻ പറയാം. നമുക്ക് ഫ്ലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അറൗണ്ട് അപ്പ് ആൻഡ് ഡൗൺ 30K ആവും. പിന്നെ ബെസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ നവംബർ ടു മെയ് ആണ്. നവംബറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്രിസ്മസ് സീസണ് കാണാൻ പറ്റും. ആദ്യം നിങ്ങൾ ക്യാപിറ്റൽ ഓഫ് ഫിലിപ്പൈൻസ് ആയിട്ടുള്ള മണിലയിൽ എത്തുക. അവിടുത്തെ ഹിസ്റ്റോറിക്കൽ സൈറ്റ്സും ലോക്കൽ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അന്ന് മണിലയിൽ സ്റ്റേ ചെയ്യുക. പിന്നെ നമ്മൾ അൽ നിദോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് ഫ്ലൈ ചെയ്യണം. ഒന്നെങ്കിൽ ഫ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ് നോക്കുന്നതെങ്കിൽ വാൻ ഉണ്ടാവും. നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് അൽ നിദോയിൽ എത്താം. ഈ അൽ നിദോ എന്ന് പറയുന്ന പല ടൈപ്പ് ബീച്ചസാണ്. ഓക്കെ, നിങ്ങൾക്ക് 3 ദിവസം സുഖമായിട്ട് ബീച്ച് എക്സ്പ്ലോർ ചെയ്യാം, റിലാക്സ് ചെയ്യാം, സൺസെറ്റ് കാണാം, ഹൈലൻഡ് ടൂറ് നടത്താം, സ്വിമ്മിങ് ചെയ്യാം. അങ്ങനെ 3 ദിവസം നിങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്തിട്ട് 5ാമത്തെ ദിവസം നിങ്ങൾക്ക് തിരിച്ച് നാട്ടിലേക്ക് വരാം. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.